നമസ്കാരം. കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പകർത്തുന്നത് തിരുവനന്തപുരം മ്യൂസിയത്തിലെ ചില കാഴ്ചകളാണ്. പ്രഥമ കവാടത്തിൻ്റെ അടുത്തുള്ള ചെറിയ കവാടത്തിലൂടെ നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് വിശാലമായ പ്രകൃതി സൗന്ദര്യത്തോടു കൂടിയ പ്രദേശത്ത് വന്നതായിട്ട് ഫീൽ ചെയ്യും. ആകാശത്തോളം പൊങ്ങി നിൽക്കുന്ന ഗോതിക് ശൈലിയിലുള്ള കവാടം ഇതിൻ്റെ പ്രൗഢി കൂട്ടുന്നു. വലിയ കവാടം ഗതാഗത പോക്കുവരവിനുള്ളതാണ്. നമുക്ക് ഇന്ന് നേപ്പിയർ മ്യൂസിയം അഥവാ ആർട്ട് മ്യൂസിയത്തിലോട്ടുള്ള കാഴ്ചകൾ കാണാം. നേപ്പിയർ മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി നല്ല പച്ചപ്പും പ്രകൃതി സൗന്ദര്യവുമുള്ളതാണ്. ധാരാളം ചെടികൾ, വൃക്ഷങ്ങൾ, പുഷ്പങ്ങൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ധാരാളം ജോലിക്കാർ ഇവിടം നന്നായിട്ട് പരിപാലിച്ച് സൗന്ദര്യത്തോടെ നിലനിർത്തുന്നു. വരുന്നവർക്ക് വിശ്രമിക്കാൻ ധാരാളം ഫെസിലിറ്റീസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേപ്പിയർ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. ടിക്കറ്റ് എടുത്താണ് നേപ്പിയർ മ്യൂസിയത്തിനകത്ത് കയറേണ്ടത്. പോകുന്ന വഴിക്ക് ഇരുവശങ്ങളിലും മഞ്ഞയും പിങ്കും കളറിലുള്ള ധാരാളം പുഷ്പങ്ങൾ കാണാൻ സാധിക്കും. ചുവന്ന നിറത്തിൽ പഴയകാല ഗോതിക് സൗന്ദര്യം വിളിച്ചോതുന്ന രീതിയിലുള്ള ബിൽഡിംഗാണ് നേപ്പിയർ മ്യൂസിയം. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാം. ഇന്ത്യയിലെ വളരെ പഴക്കം ചെന്ന മ്യൂസിയങ്ങളിലൊന്നാണ് ആർട്ട് മ്യൂസിയം. 1855 തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. കാലഘട്ടം 1847 മുതൽ 1860 വരെ ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് വന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലഘട്ടം 1860 മുതൽ 1880 വരെ നിർദ്ദേശപ്രകാരം 1872 മദ്രാസ് പ്രോവിൻസ് ഗവർണറായിരുന്ന നേപ്പിയർ പ്രഭു ഒരു പുതിയ മ്യൂസിയത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നതിനായി ഗവൺമെൻറ്റിൻ്റെ മുഖ്യ വാസ്തുശില്പ ഉപദേഷ്ടാവായിരുന്ന റോബർ ഫിലോസ് ചിഷോമിനെ തിരുവിതാംകൂറിലേക്ക് അയച്ചു. ആയിരത്തി 1874 പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുകയും പുതിയ മ്യൂസിയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 1880 നിർമ്മാണം പൂർത്തിയായ പുതിയ കെട്ടിടത്തിൽ നേപ്പിയർ മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചു. അപൂർവമായ അലങ്കാരപ്പണിയും ഗോതിക് രീതിയിലുള്ള മേൽക്കൂരയും ഗോപുരങ്ങളുള്ള 145 വർഷത്തോളം പഴക്കമുള്ള ഈ മ്യൂസിയം തിരുവനന്തപുരം ഹൃദയഭാഗത്ത് ഒരു പ്രധാന ആകർഷണമായി നിലകൊള്ളുന്നു.
നേപ്പിയർ മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിനടുത്ത് ഒരു ബോർഡിൽ നിയമങ്ങൾ എഴുതിവെച്ചിട്ടുണ്ട്. നടരാജ വിഗ്രഹങ്ങളും വേലുത്തമ്പി ദളവയുടെ വാളുമാണ് നമ്മെ അകത്തോട്ട് വരവേൽക്കുന്നത്. കൂത്തമ്പല മാതൃക, ഗുരുവായൂർ ക്ഷേത്ര മാതൃക, പുഷ്പവിമാനം, ക്ഷേത്രരഥം പോലുള്ള തടിയിൽ തീർത്ത ധാരാളം കരകൗശലങ്ങൾ കാണാൻ സാധിക്കും. ഇടനാഴികൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന വലിയ 3 ഹാളുകൾ, 4 ടവറുകൾ, ത്രികോണാകൃതിയിലുള്ള അനേകം മുഖപ്പുകൾ, ചിത്രാലങ്കൃതമായ മേൽത്തട്ടുകൾ, തടിപ്പണികൾ, വർണ്ണാഭമായ ചില്ലുജാലങ്ങൾ എന്നിവയും കെട്ടിടത്തിന്റെ അകവും പുറവും കലാപരമായി പെയിന്റ് ചെയ്തിരിക്കുന്നതും ഈ മ്യൂസിയത്തിന്റെ ഭംഗിയും മാറ്റുകൂട്ടുന്നു. വായുസഞ്ചാരം ഉളവാക്കുന്ന തരത്തിൽ ഭൂരിഭാഗവും ഇരട്ടഭിത്തികളാൽ നിർമ്മിതമായ ഈ കെട്ടിടത്തിനുള്ളിൽ സ്വാഭാവികമായ വാതാനുകൂലിത അന്തരീക്ഷം നിലനിൽക്കുന്നു. സാംസ്കാരികപരവും പൈതൃകപരവുമായ കലാവസ്തുക്കളുടെ പ്രദർശനത്തിൽ പഞ്ചലോഹത്തിലും ശിലയിലും തീർത്ത വിഗ്രഹങ്ങൾ, തടിയിലും ദന്തത്തിലും കടഞ്ഞെടുത്ത ശില്പങ്ങൾ, എണ്ണത്തിരി വിളക്കുകൾ, ലോഹാലങ്കൃതമായ തടിപ്പണികൾ, അന്നങ്ങാടികൾ, പരമ്പരാഗതമായ സംഗീത വാദ്യോപകരണങ്ങൾ, വേലുത്തമ്പി ദളവയുടെ ഉടവാൾ, തെക്കേ ഇന്ത്യയിലെ വിവിധ രാജവംശങ്ങൾ നിലനിന്നിരുന്ന പുരാതന നാണയസഞ്ചയം എന്നിവ ഉൾപ്പെടുന്നു. ശില്പശാസ്ത്രാനുസൃതമായി നിർമ്മിതമായ ശിവന്റെയും വിഷ്ണുവിന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ പഞ്ചലോഹ പ്രദർശനത്തിൽ കാണുവാൻ സാധിക്കും. 8 മുതൽ 18 വരെ നൂറ്റാണ്ടുകൾ തെക്കേ ഇന്ത്യയിൽ വ്യാപൃതമായിരുന്ന നിർമ്മാണശൈലിയെ ലോഹവിഗ്രഹങ്ങൾ വ്യക്തമാക്കുന്നു. തിരുവിതാംകൂറിലെ അമ്പലപ്പുഴയിൽ നിന്ന് ലഭ്യമായ പല്ലവ ശൈലിയിലുള്ള 8-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിഷ്ണുശില്പം കേരള സംസ്ഥാനത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പഞ്ചലോഹ വിഗ്രഹമാണ്. 1 മുതൽ 18 വരെ നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ച ശിലാവിഗ്രഹങ്ങളിൽപ്പെട്ട ഗാന്ധാര വിഗ്രഹങ്ങൾ, അഗസ്ത്യമുനി, വിഷ്ണു എന്നിവയിൽ പഴയകാല ദ്രാവിഡ സംസ്കാരത്തിന്റെ സ്വാധീനം കാണുവാൻ കഴിയും. ഇവിടെ പ്രദർശനത്തിലുള്ള സതി, താണ്ഡവ ശിവ അപൂർവമാണ്. വിവിധ കാലഘട്ടങ്ങളിലുള്ള ബുദ്ധന്റെ ശിലകൾ ഇവിടെ കാണുവാൻ സാധിക്കും. ഫെബ്രുവരിയിൽ കന്യാകുമാരിയിൽ ത്രിവേണി സംഗമത്തിൽ സംചയനം ചെയ്യാൻ വേണ്ടി ഗാന്ധിജിയുടെ ചിതാഭസ്മം കൊണ്ടുവന്ന ചെമ്പുകുടം, അതായത് ചിതാഭസ്മ കുംഭം ഇവിടെ ഉണ്ട്. പഴയകാലങ്ങളിൽ നാണയം കൈകാര്യം ചെയ്തിരുന്ന നാണയപ്പലക ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.